അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ നമ്മുടെ സ്വന്തം തള്ളുരാമൻ ഡൊണാൾഡ് ട്രംപിന് വീണ്ടും പണി കിട്ടിയിരിക്കുകയാണ്. അതും പുറത്തു നിന്നുള്ള ശത്രുക്കളിൽ നിന്നല്ല, സ്വന്തം ക്യാബിനറ്റിലെ മന്ത്രിയിൽ നിന്ന് തന്നെ. ഹോളിവുഡ് ആക്ഷൻ സിനിമകളെ വെല്ലുന്ന രീതിയിൽ ട്രംപ് തട്ടിവിട്ട ഒരു മെഗാ തള്ള് വെറും മിനിറ്റുകൾക്കുള്ളിൽ സ്വന്തം സെക്രട്ടറി തന്നെ പൊളിച്ചടുക്കിയ കഥയറിഞ്ഞാൽ നിങ്ങളും ചിരിച്ചു ചാകും. സംഭവം ഇതാണ്. കഴിഞ്ഞ ദിവസം ഓവൽ ഓഫീസിൽ വെച്ച് ട്രംപ് മാധ്യമങ്ങളോട് ഒരു വമ്പൻ അവകാശവാദം ഉന്നയിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാന്റെ ഒരു കപ്പൽ US യുദ്ധവിമാനം തകർത്തതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ മാസ് ഡയലോഗ്. ഞങ്ങൾ എല്ലാ രാത്രിയും ഇറാന്റെ ലക്ഷക്കണക്കിന് ബാരൽ എണ്ണയാണ് രഹസ്യമായി കടത്തിക്കൊണ്ടുവരുന്നത്. ഞാൻ ഉള്ളതുകൊണ്ടാണ് ലോകത്ത് എണ്ണവില $250 ആകാതെ $85 നിൽക്കുന്നത് എന്ന് ട്രംപ് അങ്ങ് കാച്ചി. എന്നാൽ ഈ തള്ളുകേട്ട് ഞെട്ടിയ US കോൺഗ്രസ് കമ്മിറ്റി തൊട്ടടുത്ത ദിവസം തന്നെ ട്രംപിന്റെ സ്വന്തം ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റിനെ വിളിപ്പിച്ചു. ജൂൺ 10 നടന്ന ആ ഹിയറിംഗിൽ ക്രിസ് റൈറ്റ് കൈ മലർത്തിക്കൊണ്ട് പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം എനിക്കറിയില്ല. ഇറാനിൽ നിന്ന് US ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണ എടുത്തതായി എനിക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ട്രംപ് കള്ളം പറയുന്നതാകാനേ സാധ്യതയുള്ളൂ എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു. സത്യത്തിൽ ട്രംപ് എന്തിനാണ് ഇങ്ങനെ ഒരു ഒറ്റ രാത്രി കൊണ്ട് ഇത്ര വലിയൊരു കഥ പടച്ചുവിട്ടത്? അതിന് പിന്നിലൊരു നാണക്കേടിന്റെ കഥയുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് അമേരിക്കയുടെ അത്യാധുനിക അപ്പാഷെ ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ചിട്ടിരുന്നു. ഈ യുദ്ധത്തിൽ തകർന്നു വീഴുന്ന രണ്ടാമത്തെ അമേരിക്കൻ വിമാനമാണിത്. ഈ നാണക്കേട് മറയ്ക്കാനും അമേരിക്കയിൽ കുതിച്ചുയരുന്ന ഇന്ധനവിലയെ ചൊല്ലിയുള്ള ജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് താൻ രാത്രികാലങ്ങളിൽ എണ്ണ മോഷ്ടിക്കുന്ന വെള്ളയാണി പരമമാണെന്ന് ട്രംപ് സ്വയം പ്രഖ്യാപിച്ചത്. സാധാരണയായി ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ഒരു കാര്യം പറയുമ്പോൾ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിരിക്കും. എന്നാൽ ഇവിടെ ട്രംപ് തന്റെ പതിവ് ശൈലിയിൽ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന മട്ടിൽ തട്ടിവിട്ടതാണ്. താൻ പറഞ്ഞ കള്ളം വിപണിയെയും നിയമ സംവിധാനങ്ങളെയും ബാധിക്കുമെന്ന ഭയം കൊണ്ടാണ് ഊർജ്ജ സെക്രട്ടറിക്ക് സ്വന്തം ബോസിനെ തന്നെ പരസ്യമായി തള്ളി പറയേണ്ടി വന്നത്. ഹോർമൂസ് കടലിടുക്കിലെ ഇടുങ്ങിയ ജലപാതയിലൂടെ പോകുന്ന ചില എണ്ണക്കപ്പലുകൾ തടയാൻ US സൈന്യം ചെറിയ രീതിയിൽ സഹായിച്ചു എന്നത് മാത്രമാണ് ഇതിലെ ആകെയുള്ള സത്യം. അതിനെയാണ് ട്രംപ് വലിപ്പിച്ച് പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എണ്ണക്കടത്താക്കി മാറ്റിയത്. ശത്രുക്കളെ പേടിപ്പിക്കാൻ ഇറക്കിയ സൈക്കോളജിക്കൽ തള്ള് ഒടുവിൽ ലോകത്തിന് മുന്നിൽ ട്രംപിനെ ഒരു ആസ്ഥാന കോമാളിയാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതുപോലെ ട്രംപിന്റെ മറ്റൊരു തള്ളു മാത്രമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കഴിഞ്ഞ വർഷമുണ്ടായ സൈനിക സംഘർഷം താനാണ് ഇടപെട്ട് നിർത്തിയതെന്നുള്ള അവകാശവാദം. വരാനിരിക്കുന്ന 2 വർഷങ്ങളിൽ അന്താരാഷ്ട്ര വേദികളിൽ ഇനിയും ഇത്തരം എത്രയെത്ര തള്ളുകൾ നമ്മൾ കേൾക്കാൻ കിടക്കുന്നു. ന്യൂസ് ഡെസ്ക്.